ശ്രീ പത്മനാഭൻ, മേരി ജോർജ് പറഞ്ഞു വെച്ചത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യമായത് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് സാധ്യമായിട്ടില്ല എന്നാണ് മറുപടി. അല്ല, ഞാനൊരു സാമ്പത്തിക വിദഗ്ധനൊന്നല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പണപ്പെരുപ്പ നിരക്ക് എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കള്ളപ്പണം ഉണ്ടെങ്കിൽ പണപ്പെരുപ്പം കൂടും. മാർക്കറ്റിൽ കള്ളപ്പണം ഇറങ്ങിയാൽ പണപ്പെരുപ്പം കൂടും. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ 7%, 8% ആയിരുന്ന പണപ്പെരുപ്പ നിരക്ക് 4%, 5%, അതായത് 5-ൽ താഴെ വന്ന് നിൽക്കുമ്പോൾ, സ്ഥിരമായി നിൽക്കുമ്പോൾ അതിനർത്ഥം മാർക്കറ്റിൽ കള്ളപ്പണം ഇല്ല എന്ന്. മറ്റൊരു കാര്യം ഉൽപാദനത്തിലുള്ള വർധനവുമാണ്. അപ്പം കള്ളപ്പണവും ഈ പണപ്പെരുപ്പവും വളരെ പരസ്പര ബന്ധമുള്ള സംഗതിയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചത്, നമ്മളെ നാട്ടില് ഈ എന്താ പറയാ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ നറേറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മോഡി സർക്കാർ 2 ഭരണഘടനാ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. ഒന്ന് നമ്മുടെ EWS, അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ, അതായത് നിലവിൽ സംവരണം കിട്ടാത്ത എന്ന് പറഞ്ഞാൽ മുന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 10% സാമ്പത്തിക സംവരണം കൊണ്ടുവന്നു. അത് നിലവിൽ സംവരണം അനുഭവിക്കുന്ന ആളുകളുടെ സംവരണത്തിൽ കൈയിട്ട് വാരാതെയാണ് കൊണ്ടുവന്നത്. അത് കേരളമാണ്, കമ്മ്യൂണിസ്റ്റ് കേരളമാണ് ആദ്യം നടപ്പിലാക്കിയത്. ഇവിടെ പാസ്സാക്കിയെടുത്ത് ഇവിടുത്തെ സർക്കാർ സർവീസിലൊക്കെ അത് കൊണ്ടുവന്നു, വിദ്യാഭ്യാസത്തിനും ഗവൺമെന്റ് ജോലിക്കും. ഇതാണ് ഒരു ഭരണഘടനാ ഭേദഗതി BJP മോഡി സർക്കാർ കൊണ്ടുവന്നത്. മറ്റൊരു ഭരണഘടനാ ഭേദഗതി മോദി സർക്കാർ കൊണ്ടുവന്നത് പിന്നാക്ക ജാതി കമ്മീഷന്, ബാക്ക്വേർഡ് OBC കമ്മീഷന് ഭരണഘടനാ പദവി കൊടുത്തു. ഇത് രണ്ടും കൊണ്ട് ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് എന്ത് കോട്ടമാ സംഭവിച്ചതില്ലേ? ഒരു കോട്ടോ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിന് ഗുണമുണ്ടായി. മറ്റൊന്ന്, സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ അവകാശ തർക്കങ്ങൾ സംരക്ഷിക്കാനുള്ള കമ്മീഷന് ഭരണഘടനാ പദവി കൊടുത്തു. ഇതാണ് ചെയ്തിരിക്കുന്നത്. അതേ സമയത്ത് അടിയന്തരാവസ്ഥ കാലത്തും അന്നൊക്കെ നടന്ന ഭരണഘടനാ ഭേദഗതികൾ ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. അപ്പൊ അതൊക്കെ ചെയ്ത ആളുകൾ ഈ സർക്കാരിനെ വിമർശിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ കൗതുകകരമായ ഒരു കാര്യം.